Dear friends, welcome to the second video. In the previous class, we were discussing about artificial neural network and its application in data mining domain. Now in this video, we will continue with chapter 7 and discuss about text mining and web mining. Welcome to the slide set. So friends, on the other day, on the previous class, we were discussing about artificial neural network and the purpose of ANN in data mining. So let me once again recollect. We are learning the subject called as business intelligence, and in the previous class we were trying to understand how data mining was applied in BI algorithms, in BI domain. And on the very previous class, we were discussing about how artificial neural networks as algorithm and as a process can be implemented in data mining so as to initiate business intelligence. That is in chapter 6. Now, as I told you in the introductory video, chapter 6 and 7 is combined together in 5th module. Business intelligence is the 5th module. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെയും 7ാമത്തെയും ചാപ്റ്ററാണ്. So we have completed chapter 6. Now coming to the chapter 7. So chapter 7, see, compared to chapter 6, this is more simple, more theoretical and more interesting also. നമുക്കറിയാവുന്ന കുറേ ജനറിക് കൺസെപ്റ്റുകൾ രസമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. And the topic is text and web mining. So first I will get into text mining. I will have say around 20 slides on text mining and the remaining slides on web mining. Let's start with text mining. See dear friends, basically a text-based counterpart of data mining. അപ്പോൾ ഒരു ടെക്സ്റ്റ് മൈനിങ്ങിനെ വളരെ സിമ്പിളായിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി ഡാറ്റാ മൈനിങ് എന്താണെന്ന് മനസ്സിലായി. ഡാറ്റാ മൈനിങ്ങിൻ്റെ ബിസിനസ് ഇൻ്റലിജൻസിൽ വരുന്ന അപ്ലിക്കേഷൻസും ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഇൻസൈറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ യു ക്യാൻ മോർ സിമ്പിൾ ടേംസ് യു ക്യാൻ സേ ടെക്സ്റ്റ് മൈനിങ് ഈസ് ദ ടെക്സ്റ്റ് ബേസ്ഡ് കൗണ്ടർ പാർട്ട് ഓഫ് ഡാറ്റാ മൈനിങ്. ഡാറ്റാ മൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ടെക്സ്റ്റിനെ വെച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന എന്താ ടെക്സ്റ്റ് മൈനിങ് ആണ്. നമുക്ക് ഇങ്ങനെ പറയാം, ടെക്സ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഡാറ്റാ മൈനിങ് ആണ് ടെക്സ്റ്റ് മൈനിങ്. സോ ടെക്സ്റ്റ് മൈനിങ് ഇസ് നത്തിങ് ബട്ട് ഡാറ്റാ മൈനിങ് വിച്ച് യു യൂസ് വിച്ച് ഇസ് ഡൺ യൂസിങ് ടെക്സ്റ്റുവൽ ഡാറ്റ അങ്ങനെ പറയാം. സോ ടെക്സ്റ്റ് ബേസ്ഡ് കൗണ്ടർ പാർട്ട് ഓഫ് ഡാറ്റാ മൈനിങ് ആണ് ടെക്സ്റ്റ് മൈനിങ്. സോ ദാറ്റ് ഈസ് എ വെരി സിമ്പിൾ ഡെഫിനിഷൻ. അതിൽ ഓപ്പണിംഗ് ബിഗിനിട്ടിൽ അവർ പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓപ്പണിംഗ് ബിഗിനിട്ട് പറയും mining text for security and counter-terrorism. See dear friends, as I discuss this, നമ്മൾ ഇന്നത്തെ പേപ്പറിലൊക്കെ നമ്മൾ ബോർഡറിൽ വരുന്ന ചൈന നേപ്പാൾ ഇഷ്യൂസിനെ കുറിച്ച് വായിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും പേപ്പർ വായിക്കണ്ടാവുമെന്ന് വിചാരിക്കണം. As I always tell you dear friends, as much as your textbooks are important, that much is this general knowledge or your current affairs important in your life. So in the previous couple of 4-5 days, the Indian borders towards Arunachal Pradesh ആ ഒരു ഭാഗത്ത് വളരെ അശാന്തിയുടെ വിത്ത് വിതച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ടെററിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ്. ഇവിടെ വിട്രെ ടോപ്പ് കാറ്റ് എന്ന് പറയുന്ന US-ൻ്റെ ഡാർപ്പ, ഡിഫൻസ് അഡ്വാൻസ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി, ഡിഫൻസ് അഡ്വാൻസ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി. അപ്പോൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെത്തേഡുകളിലൊന്നാണ് ടെക്സ്റ്റ് മൈനിങ് എന്നാണ് പറഞ്ഞു വരുന്നവർ. It uses association role mining to analyze relationship between people, organization, location and events. അപ്പോൾ കുറേ ടെററിസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കട്ടെ, വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കട്ടെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആധാർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? ദറ്റ് വാസ് എ നോവൽ ഐഡിയ which was brought in by the previous government and successfully being done by the current government. അത് നമുക്ക് ശരിയോ തെറ്റോ അല്ലെങ്കിൽ നമ്മളതിന് whether you guys are for it or against it, it is happening in our country. Aadhaar is already implemented in federal India. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ കുറേ ഡാറ്റ അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ കൂടുതൽ ഡീറ്റെയിൽസോ പ്രോപ്പറായിട്ട് അതോറിറ്റീസിന് മാത്രമേ കിട്ടുന്ന കുഴപ്പമില്ല, നാട്ടുകാർക്ക് കിട്ടാണ്ടിരുന്നാൽ മതി. സോ അതോറിറ്റീസിന് അതിനെ കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു create a systematic governance in the country. So India, being a developing country, requires that kind of a data of all the citizens. അതിനു വേണ്ടിയാണ് ആധാർ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്. നമുക്കതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് മാറ്റി വയ്ക്കാം. സോ ഡിയർ ഫ്രണ്ട്സ്,
DARPA, they were using association role to create or to visualize the relationship between people, organization, location and events. അത് എങ്ങനെ അവർ ചെയ്യുന്നത് ചോദിച്ചാൽ ത്രൂ ക്ലസ്റ്റർ, ക്ലാസിഫിക്കേഷൻ ആൻഡ് സമ്മറൈസേഷൻ. ഒരു ക്രൈം പോയിന്റോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് മൊത്തമുള്ള കോടാനുകോടി ഡാറ്റയിൽ നിന്ന് അതിനെ എഫക്റ്റീവായിട്ട് ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റുക അതിനെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ കോളേജിൽ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. പെട്ടെന്ന് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് അവരെ ക്ലസ്റ്റർ ചെയ്യാം. ക്ലസ്റ്റർ ചെയ്ത ശേഷം വീണ്ടും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇയർ വൈസ് ക്ലസ്റ്റർ ചെയ്യാം. അപ്പം എന്താ വെച്ചാൽ സെർച്ചിങ് വളരെ ക്വിക്കായിട്ട് വരുന്നു. അപ്പം ഇത് നമുക്ക് ടെക്സ്റ്റ് വൈസ് ക്ലസ്റ്റർ ചെയ്യുമ്പോൾ ഡാർപ്പയ്ക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ പറയുന്ന ഏത് റൂളാണ് അവർ ഉപയോഗിച്ചത്? അസോസിയേഷൻ റോൾ മൈനിങ് മെത്തഡോളജി ഉപയോഗിച്ചിട്ടാണ് അവർ റിലേഷൻഷിപ്പിനെ പ്രാക്ടിക്കലായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് വിഗ്നറ്റിലാണ് നമ്മുടെ ചാപ്റ്റർ 7 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, അടുത്ത കാര്യത്തിലേക്ക് പോവാം. ടെക്സ്റ്റ് മൈനിങ്ങിന്റെ മേജർ കൺസെപ്റ്റ്സ് പറയുന്നു. 85 to 90% of all corporate data is in some kind of unstructured form. നമുക്കറിയാതെ unstructured corporate data is doubling in size every 18 months. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെപ്പോഴും പറയുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന IT എറ ഓരോ 18 മാസം കൂടുമ്പോഴും നമ്മളുടെ ബാൻഡ്വിഡ്ത്തോ പവറോ എല്ലാം ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെയാണ് ടെക്സ്റ്റുവൽ ഡാറ്റ. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്ന സാധനം 18 മാസം ഓരോ 1.5 വർഷം കൂടുമ്പോഴും ഡബിൾ ആവുക എന്ന് പറയുമ്പോൾ try to understand how much complex is the situation going to be. അപ്പോൾ അത്തരം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഡൈനാമിക് ആയിട്ടുള്ള അത്രയും ജോമെട്രിക്കലി പ്രോഗ്രസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിനെ കറക്റ്റായിട്ട് മൈൻഡ് ചെയ്ത് ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഡാറ്റ മൈനിങ് മെത്തഡോളജീസ് വേണം. ആൻഡ് hence is this text mining emerging as an individual concept. അപ്പോൾ ജനറിക് ഡാറ്റ മൈനിങ് അൽഗോരിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ടെക്സ്റ്റ് മൈനിങ്ങിന് മാത്രം ഉള്ള മെത്തേഡ് അല്ലെങ്കിൽ ഇതിനൊരു എഫക്റ്റീവ് ഡൊമൈനായിട്ട് സബ് ഡൊമൈനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് കാരണം. It's used for tapping into these information sources. It is not an option but a necessity to stay competitive. അപ്പോൾ ഏതൊരു ഡൊമൈനിൽ, അത് നിങ്ങൾ അക്കാഡമിക് ആവട്ടെ, ബിസിനസ് ആവട്ടെ, ഷെയർ മാർക്കറ്റ് ആവട്ടെ, ഗവൺമെൻറ് ആവട്ടെ, ക്രൈം സിനാരിയോ ആവട്ടെ, അല്ലെങ്കിൽ നയതന്ത്ര ആവട്ടെ, യു ക്യാൻ ഗോ ഫോർ ഈവൻ സ്പേസ് സയൻസ്, ഏത് കൺസെപ്റ്റ് എടുത്ത് നോക്കിക്കോളും അവിടെ നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് നിലനിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻഫർമേഷനെ എഫക്റ്റീവായിട്ട് ടാപ്പ് ചെയ്ത് ഗൂഗിൾ മാത്രം വിചാരിച്ചത് കാര്യം. ഇപ്പോൾ നമ്മൾ പറയും ഗൂഗിളിൽ ഒരു സാധനം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു ചെറിയ ചോദ്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ കണ്ടിരുന്നു, ഹൗ ക്യാൻ ഐ ഗോ ടു മാർസ്, എനിക്ക് എങ്ങനെ ബഹിരാകാശ ചൊവ്വയിൽ അങ്ങോട്ട് എത്താം എന്നുള്ളതിനുള്ള റിസൾട്ടായിട്ട് വരുന്നത് 2784 കോടി റിസൾട്ടുകളാണ്. ഐ റിപ്പീറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്, 2700 crore റിസൾട്ട്സ്. അതിൻ്റെ അകത്തു നിന്നാണ് ഇതിനെ ഈ ടെക്സ്റ്റ് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള സാധനത്തിൻ്റെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യമല്ല. ഇറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് very complex process. Hence, text mining is emerged as an individual concept. So, answer to all this question is text mining. It is a semi-automated process of extracting knowledge from unstructured data sources. It is also called as text data mining or knowledge discovery in textual databases. പല പേരുകളിൽ ഇതിനെ അറിയുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഇങ്ങനെ മനസ്സിലാക്കുക, ടോട്ടലി അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറേ ഡാറ്റാ സോഴ്സിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെ സെർച്ച് ചെയ്തെടുക്കുക, മൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ടെക്സ്റ്റ് മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റാ മൈനിങ് വേഴ്സസ് ടെക്സ്റ്റ് മൈനിങ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡാറ്റാ മൈനിങ്ങിൻ്റെ ഒരു ഭാഗമല്ലേ ടെക്സ്റ്റ് മൈനിങ് ആണ്, തീർച്ചയായിട്ടും ആണ്. പക്ഷെ ടെക്സ്റ്റ് മൈനിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആസ്തിത്വം, അതിൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ദോ ബോത്ത് സീക്ക് നോവൽ ആൻഡ് യൂസ്ഫുൾ പാറ്റേൺസ്, ബോത്ത് എ സെമി ഓട്ടോമാറ്റിക് പ്രോസസ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. ആ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താ ചോദിച്ചാൽ സ്ട്രക്ചേർഡ് വേഴ്സസ് അൺസ്ട്രക്ചേർഡ് ഡാറ്റകൾ. സ്ട്രക്ചേർഡ് ഡാറ്റ ഇസ് ഇൻ ഡാറ്റാബേസസ്, whereas unstructured data, see, it lies in variety of documents including Word document, PDF file, text excerpts, XML files, അങ്ങനെ കുറേ ഉണ്ട്. ടെക്സ്റ്റ് മൈനിങ്ങിൽ it impose structure to the data, then mine the structured data. അപ്പോൾ സത്യത്തിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റയിൽ നിന്നാണ് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. ഏത് ടെക്സ്റ്റ് മൈനിങ്. ഡാറ്റാ മൈനിങ് ചിലപ്പോൾ സ്ട്രക്ചേർഡിലും അൺസ്ട്രക്ചേർഡിലും ഉണ്ട്. ഇൻ ടെക്സ്റ്റ് മൈനിങ് ഇൻ സ്പെസിഫിക്, ടു ഡീൽ വിത്ത് അൺസ്ട്രക്ചേർഡ് ഡാറ്റ, first of all you convert some, like you dig into some basic structures of this unstructured data.
അൺസ്ട്രക്ചേർഡ് ഡാറ്റയെ സ്ട്രക്ചേർഡ് ഡാറ്റയാക്കി മാറ്റി അതിൽ നിന്ന് ഇൻഫർമേഷനെ ഡിഗ് ചെയ്തെടുക്കുന്ന മെത്തഡോളജിയാണ് ഒരർത്ഥത്തിൽ ടെക്സ്റ്റ് മൈനിങ്. അതുകൊണ്ട് ടെക്സ്റ്റ് മൈനിങ്ങിന് അങ്ങനെ ഡാറ്റ മൈനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം കണ്ടാൽ പോരാ. ഹാസ് ഇറ്റ്സ് ഓൺ സിഗ്നിഫിക്കൻസ് ഓർ ഇറ്റ്സ് ഓൺ ഇൻഡിവിജ്വാലിറ്റി. So coming to the basic concepts of text mining. Text mining are obvious, especially in text-rich data environments. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോർട്ട് ഓർഡേഴ്സ്. നമ്മൾ ആലോചിച്ച് നോക്കും എത്രമാത്രം കോർട്ട് ഓർഡർ ആണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനുള്ളത്. ഇത് എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ എത്ര വലുതായിരിക്കും ഈ ഡാറ്റാബേസ്. അക്കാഡമിക് റിസർച്ച് ആർട്ടിക്കിൾസ് നോക്കുന്നത് എത്ര റിസർച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്? കോടാനുകോടി റിസർച്ച് ആർട്ടിക്കിൾസ്. ഫിനാൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ക്വാർട്ടർലി റിപ്പോർട്ട്സ്. നിങ്ങൾ ടാക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. മെഡിസിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊറോണയ്ക്കുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയോ ഫാർമക്കോഡൈനറ്റിക്സ്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലാണ് ഈ പറയുന്ന മെഡിക്കൽ ഡാറ്റ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക. ബയോളജി, ടെക്നോളജി, മാർക്കറ്റിംഗ്, സി almost all domains are using text mining. Coming to the electronic communication records, for emails നോക്കുകയാണെങ്കിൽ സ്പാം ഫിൽട്ടറിംഗ്, ഇമെയിൽ പ്രയോറിറ്റൈസേഷൻ, ഓട്ടോമാറ്റിക് response generation, ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്. So I'm trying to tell you that text mining is almost everywhere in the daily life of variety of domains. എല്ലാ ഡൊമൈൻസിൻ്റെയും പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അറിഞ്ഞോ അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ടെക്സ്റ്റ് മൈനിങ് എന്ന് പറയുന്നത്. Now coming to the application areas also. അല്ലേ, നേരത്തെ പറഞ്ഞു ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ജനറിക് ആയിട്ട് പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് മൈനിങ്ങിൻ്റെ അപ്ലിക്കേഷൻ ഏരിയാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു തീരില്ല അത്രമാത്രം ടെക്സ്റ്റ് മൈനിങ് അപ്ലിക്കേഷൻ ഏരിയാസ്. ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ, ടോപ്പിക് ട്രാക്കിംഗ്, സമ്മറൈസേഷൻ, കാറ്റഗറൈസേഷൻ, ക്ലസ്റ്ററിംഗ്, കൺസെപ്റ്റ് ലിങ്കിങ്, ക്വസ്റ്റൻ ആൻസറിംഗ്, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. മോസ്റ്റ് സിമ്പിൾ ടേംസ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു മാർസിലേക്ക് എങ്ങനെ പോവാം എന്നുള്ള ചോദ്യം ചോദിച്ചാൽ 2784 കോടി ആൻസേഴ്സിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള 10 ആൻസേഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് ആദ്യത്തെ പേജിൽ ഗൂഗിൾ കൊണ്ടുവന്ന് കഴിയുന്നു. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ കൺസെപ്റ്റ്. ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ, ടോപ്പിക് ട്രാക്കിംഗ്, വിക്കിപീഡിയ ചെയ്യുന്നത് ഈ ഒരു വലിയ കാര്യമാണ്. ടോപ്പിക് ട്രാക്കിംഗ്. കമ്മിങ് ടു സമ്മറൈസേഷൻ, നിങ്ങൾ ഒരു വലിയ ആർട്ടിക്കിൾ കൊടുത്തോളൂ, അതിനെ സമ്മറൈസ് ചെയ്ത് ഒരു ചെറിയ അബ്സ്ട്രാക്റ്റ് ആയിട്ട് സിസ്റ്റംസ് മാറ്റി തരും. അത് ഒരു ചെറിയ കാര്യമാണ്. ടെക്സ്റ്റ് മൈനിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. കാറ്റഗറൈസേഷൻ, ക്ലസ്റ്ററിംഗ്, കൺസെപ്റ്റ് ലിങ്കിങ്. നിങ്ങൾ ആലോചിച്ചോളൂ, ഒരു സിംഗിൾ സെർച്ച് ഒരു ഗൂഗിളിൽ വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വേർഡ് നിങ്ങൾ കൊടുത്ത് നോക്കും, അതിനെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് തരും. Question answering. Once you ask a query, it gives you an answer. So this all relies upon the concept of text mining. Dear friends, coming to the terminologies. ഇപ്പോൾ നമ്മൾ കുറേ ടെർമിനോളജീസ് നമ്മളിത് പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ പണ്ട് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ. ഇവിടെ അൺസ്ട്രക്ചേർഡ് ഓർ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ ഞാൻ നേരത്തെ പറഞ്ഞു. സെമി സ്ട്രക്ചേർഡോ അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റയെ ആദ്യം സ്ട്രക്ചേർഡ് ആക്കുന്നു. സ്ട്രക്ചേർഡ് ആയി കഴിഞ്ഞാൽ അതൊരു കോർപ്പസ് ആയി മാറും, അല്ലെങ്കിൽ കോർപ്പറ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. എന്തിൻ്റെ മുകളിലാണോ നമ്മൾ ആ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും ടെക്സ്റ്റ് മൈൻ ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കോർപ്പസ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ ടെക്സ്റ്റ് മൈൻ ചെയ്യുന്നത്. അതിൽ കുറേ ടേംസ് ഉണ്ട്. ആ ടേംസ് കുറേ കൺസെപ്റ്റ് തരും. സ്റ്റെമ്മിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് പറയില്ലേ എൻജോയബിൾ. ഇപ്പം ജസ്റ്റ് നിങ്ങൾ നോക്കിയപ്പോൾ സോറി ഞാൻ ആ സ്ലൈഡ് മാറ്റാൻ പറഞ്ഞത്. എൻജോയബിൾ ശ്രദ്ധിച്ചോ നിങ്ങളത്. ഈ എൻജോയബിളിലെ ഈ എൻ, ഈ ജോയ്, ഈ എബിൾ. അപ്പോൾ ഈ എൻജോയബിൾ എന്ന് പറയുന്ന ഒരു വാക്കില് സത്യത്തില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ജോയ് ആണ്. എൻജോയബിൾ എന്ന് പറയുമ്പോൾ ആ എബിൾ എന്ന് പറയുന്നതിനെ മാറ്റാം എന്ന് പറയുന്നത്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഓവർജോയബിൾ, ഓവർജോയിങ്. സോ ഹിയർ ദ കീ ടേം ഇസ് ജോയ്. ഹൗ ക്യാൻ യു ക്രിയേറ്റ് this particular word joy, അല്ലെങ്കിൽ how can you extract this joy from enjoyable, overjoyed, or enjoying, or overjoying, or overjoyable? ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പറയുക സ്റ്റെമ്മിങ്. നമ്മൾ ഒരു ഇടയ്ക്ക് നമ്മൾ ഈ ബഡ്ഡിയ എന്നൊക്കെ പറയില്ലേ, ഈ ഒരു നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു കരുവേപ്പിൻ്റെ തൈയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പൂച്ചെടിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ഭാഗം എടുത്തിട്ടാണ് നമ്മളത് കറക്റ്റായിട്ട് നേടുക. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടാപ്പിയോക്ക പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ കപ്പ നടുന്നുണ്ടെങ്കിൽ കപ്പ, മരച്ചീനി, കൊള്ളി, ഞങ്ങളുടെ നാട്ടിൽ കൊള്ളി എന്നാ പറയാം. കൊള്ളി ഇടണമെങ്കിൽ എന്താ ചെയ്യുക? കൊള്ളി പറിച്ച ശേഷം അതിൻ്റെ സ്റ്റെം എടുത്തിട്ട് അതിനെ കറക്റ്റായിട്ട് നല്ല ഭാഗങ്ങൾ ചെറിയ ചെറിയ കഷ്ണമാക്കി. ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തൊക്കെ കൊള്ളി തറി എന്നാണ് പറയുക. ആ കറക്റ്റായിട്ട് തറി നമ്മൾ സ്റ്റെം ചെയ്തിട്ടാണ് റീപ്ലാന്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ സ്റ്റെം ഈച്ച് വേർഡ്. അതിനുശേഷം സ്റ്റോപ്പ് വേർഡ്സ് ഉണ്ടാവും, എ, ആൻഡ്, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഒക്കെ വരുന്ന കുറേ സ്റ്റോപ്പ് വേർഡ്സ് ഉണ്ട്. അതിനൊക്കെ റിമൂവ് ചെയ്യുക. കാരണം ടെക്സ്റ്റ് മൈനിങ്ങിൽ സ്റ്റോപ്പ് വേർഡ്സിന് സിഗ്നിഫിക്കൻസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് സിനോണിംസും ഹോമോണിംസും ഉണ്ട്. സിനോണിംസ് എന്ന് പറയുമ്പോൾ എന്താ?
അറിയോ സിനോണിംസ് എന്ന് പറയുമ്പോൾ? സിനോണിം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ത്രെസറസ് ഒക്കെ നോക്കാറുണ്ട്. സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അർത്ഥം വരുന്ന ഒന്നിലധികം വാക്കുകൾ സിനോണിംസ് എന്ന് പറയാം. ഹോമോണിംസ് ഇസ് ഓപ്പോസിറ്റ്. യു ഹാവ് എ സെയിം വേർഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. അതിന് പല സിറ്റുവേഷനിൽ പല അർത്ഥങ്ങളായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി, ജോയ്, അത് സിനോണിംസ് ആണ്. രണ്ടിനും സന്തോഷം എന്ന് പറയുന്ന മലയാളം അർത്ഥമാണ് വരിക. ഹാപ്പി ആൻഡ് ജോയ് ആർ സിനോണിംസ്. ഐ എം ഗെറ്റിംഗ് എ വെരി വൈൽഡ് എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആണ്. ഹാപ്പി ആൻഡ് ജോയ് ആർ സിനോണിംസ്. വെറാസ് ലൈറ്റ് ആൻഡ് ലൈറ്റ്, ഇപ്പോൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ, ലൈറ്റ് വെയിറ്റ്, അവിടെ നമ്മൾ ഖനം അല്ലെങ്കിൽ ഒരു വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് എന്ന് പറയും. അതേ സാധനം ഡേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചം. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്ന വാക്കിന് തന്നെ രണ്ടർത്ഥത്തിൽ വന്നു. അപ്പോൾ അത് ഹോമോണിമാണ്. അപ്പോൾ സിനോണിംസ്, ഹോമോണിംസ്, മോർഫോളജി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആ ഒരു ഭാഷാ ശാഖയാണ്. സോ സ്റ്റെമ്മിങ്ങും മോർഫോളജിയും സിനോണിംസ് ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ടെക്സ്റ്റ് മൈനിങ് ടെർമിനോളജീസ് ആയിട്ട് വരും. നിങ്ങൾ നോക്കിയപ്പോൾ ഇതൊരു റിസർച്ച് ഗേറ്റിൻ്റെ പേപ്പറാണ്. റിസർച്ച് ഗേറ്റ് പേപ്പറിൽ ക്രിസ് ക്ലിഫ്റ്റൺ എന്ന് പറയുന്ന റോബർട്ട് കൂലി, ഈ രണ്ടാളുകൾ ചേർന്ന് അവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ മോഡലാണ് ടോപ്പ് കാറ്റ് ഡാറ്റ മൈനിങ് ഫോർ ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ ഇൻ എ ടെക്സ്റ്റ് കോർപ്പസ്. ഒരു ടെക്സ്റ്റ് കോർപ്പസ്, ഒരു ടെക്സ്റ്റിന്റെ കോർപ്പസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ, ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ്, അതിൻ്റെ അകത്ത് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ടെക്സ്റ്റിനെ മൈൻ ചെയ്ത് ടോപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതിൻ്റെ മോഡലാണ് ടോപ്പ് കാറ്റ്. ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. റിസർച്ച് ആർട്ടിക്കിൾ. അപ്പോൾ ഈ ഫീൽഡിൽ ധാരാളം റിസർച്ചുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഷെയർ ചെയ്തൊരു സ്ലൈഡ് മാത്രമാണ് ഈ പറയുന്ന റിസർച്ച് ഗേറ്റ് പേപ്പർ on TopCat, data mining for topic identification in a text corpus. Okay, fine. Just for your reference. This is nothing related to your syllabus. So friends, now coming to natural language processing. In natural language processing, NLP എന്നൊക്കെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം, MTech പ്രോഗ്രാം ഒക്കെ ഉണ്ട് NLP-യിൽ. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ MCA കഴിഞ്ഞ ആളുകൾക്ക് MTech in natural language processing ഒക്കെ ഉണ്ട്. So, dear friends, it is a structuring a collection of text. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ നമ്മൾ പണ്ടൊക്കെ ബാഗ് ഓഫ് വേർഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു മൈൻഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വെക്കാബുലറി ഉണ്ടാവും. നമുക്ക് ഒരു 1,00,000 വാക്കുണ്ട് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിർത്താൻ മതി. പക്ഷെ ഇപ്പോൾ പുതിയ അപ്രോച്ചിൽ അങ്ങനെ പോരാ. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് പറയുമ്പോൾ വളരെയധികം കോംപ്ലക്സും ആണ്. നമുക്കൊരു ബാഗ് ഓഫ് വേർഡ്സ് സെർച്ച്, ഇപ്പോൾ ഈ ബാഗ് ഓഫ് വേർഡ്സിൽ ആകെ 100 അല്ലെങ്കിൽ 1,00,000 അല്ലെങ്കിൽ 1 കോടി വാക്കുകളുണ്ട്. പക്ഷെ ഈ ഒരു കളി നമുക്ക് ഈ പറയുന്ന നാച്ചുറൽ ലാംഗ്വേജിൽ നടക്കില്ല. കാരണം എൻ്റെ ഭാഷയാവില്ല നിങ്ങളുടെ ഭാഷ. The way I express one particular topic is not the same way by which you can express the same topic. അപ്പോൾ ഒരേ കാര്യത്തിനെ പല നാച്ചുറൽ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ that will have a more complex approach. So the old approach was good for bag of words, but now you need to have new approach, and that is called as natural language processing. But natural language processing, it's a very important concept in text mining. It is a subfield of artificial intelligence and computational linguistics. It studies understanding the natural human language. So syntax versus semantics. Syntax namukariam. Programming, you know, the structure is called as syntax, and the meaning, like meaningfulness is called as semantics. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലൈഡ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തരുന്നത്. എനിക്ക് കാണാണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ സ്ലൈഡിൽ ഇതെന്താ പറഞ്ഞത്? ആ പറഞ്ഞ ഡയലോഗ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തോമസ് കുട്ടി വിട്ടോടാ, സിനിമ ഏതാന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇൻഹരിഹർ നഗറിൽ പറയുന്ന ഒരു ഡയലോഗാണ്. അത് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ വന്നു അത്. അതേപോലെ ജയന്റെ വേറൊരു ഡയലോഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു? നീയാണോടാ അലവലാതി ഷാജി. Then coming to this, നീ തങ്കപ്പനല്ലടാ പൊന്നപ്പൻ. You know that particular ജനാർദ്ദനൻസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ്. ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗാണ് വൈകിട്ടത്തെ പരിപാടി. Then coming to this, നിവിൻ പോളി's famous natural language. ആ ഒരു നാച്ചുറൽ ലാംഗ്വേജ് വളരെ കൂളായിട്ട് അവർ പറയുന്ന സംഭവമാണ് എൻ്റെ സാറേ എന്ന് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ പവനായ ശവമായി. ദറ്റ്സ് എ വെരി ഫേമസ് ഡയലോഗ് ഇൻ പട്ടണപ്രവേശം വൈത്തിലേഖൻ. സോ നൗ യു സീ. അപ്പോൾ പറഞ്ഞു വരുന്ന കൺസെപ്റ്റ് ഇതാണ്. തമാശയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യമാണ്. അപ്പോൾ ഈ 6 ഡയലോഗോ അല്ലെങ്കിൽ ഈ ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു കണ്ടെക്സ്റ്റ് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ ട്രോളുകളൊക്കെ എതിരെ ബേസ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ അത്ഭുതം എന്ന് പറയുന്നൊരു കാര്യം ചിന്തിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാറേ എന്നുള്ളത് ഉപയോഗിക്കും. സോ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് സ്കൂട്ടാവാൻ ഓടിപ്പോകണമെന്നുണ്ടെങ്കിൽ തോമസ് കുട്ടിയെ വിട്ടോടാന്നുള്ള ഉപയോഗിക്കും. സോ യു see you are using, though that is not defined in a grammar or a semantic,
It is used because human understands. Can computers understand? അപ്പോൾ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റണമല്ലോ. ദാറ്റ് ഈസ് വൈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റലിജൻസ് ഒക്കെ പറയുന്നത്. സോ നാച്ചുറൽ ലാംഗ്വേജ് ഇസ് വേഗ്. ഇറ്റ് ഈസ് കണ്ടെക്സ്റ്റ് ഡ്രിവൺ. സോ ട്രൂ അണ്ടർസ്റ്റാൻഡിങ് റിക്വയർസ് എക്സ്റ്റെൻസീവ് നോളജ് ഓഫ് എ ടോപ്പിക്. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ NLP എന്ന് പറയുന്ന ഈ ശാസ്ത്രശാഖ ഗവേഷണം ചെയ്യുന്നുണ്ട് മുകളിലാണ്. Can computers or will computers ever understand natural language in the same or accurate way we do? ഞാനും നിങ്ങളും മനസ്സിലാക്കുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിനും മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ അണ്ടർ പ്രോസസ്. So dear friends, coming to the challenges of NLP, part of speech, text segmentation, syntax ambiguity, imperfect or irregular input, speech acts. ഇതൊക്കെ ചാലഞ്ചുകളാണ്. അതായത് പാർട്ട് ഓഫ് സ്പീച്ചിനെ ടാഗ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു സെൻറ്റൻസിനെ നമുക്കിപ്പോൾ ആരോ പറയില്ലേ, രാമ കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാമ. ബോത്ത് ഹാസ് ദ സെയിം മീനിങ്, ബട്ട് വാട്ട് ഡിഫേഴ്സ് ദർ? പാർട്ട് ഓഫ് സ്പീച്ച് ഡിഫേഴ്സ്. അതേപോലെ ടെക്സ്റ്റിനെ സെഗ്മെന്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ചലഞ്ചാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ത്രൂ ഡാറ്റ മൈനിങ്, ത്രൂ ടെക്സ്റ്റ് മൈനിങ്, യു ആർ ട്രൈങ് ടു ടീച്ച് ആൻ ആർട്ടിഫിഷ്യൽ സിസ്റ്റം, വെദർ ഇറ്റ് ഈസ് റോബോട്ട്, വെദർ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ, വെദർ ഇറ്റ് ഈസ് എ റോബോട്ട്, വെദർ ഇറ്റ് ഈസ് എ ഫസി ലോജിക്, എന്താവട്ടെ, അല്ലെങ്കിൽ അതൊരു എംബഡഡ് സിസ്റ്റം എന്താവട്ടെ, അതിനെ പഠിപ്പിക്കുമ്പോൾ ഈ നാച്ചുറൽ ലാംഗ്വേജിന്റെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഫക്റ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കണം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ വി ആർ നോട്ട് ഇൻ ഷോർട്ട് ഓഫ് ഡ്രീംസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ഒരു വലിയ ഡ്രീം കാണുന്നുണ്ട്. എന്താണ്? ടു ഹാവ് അൽഗോരിതംസ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ഓട്ടോമാറ്റിക്കലി റീഡിംഗ് ആൻഡ് ഒബ്റ്റെയിനിങ് നോളജ് ഫ്രം ടെക്സ്റ്റ്. ഇപ്പോൾ വെദർ യു ബിലീവ് ഓർ നോട്ട്, മൈ ഡിയർ ഫ്രണ്ട്സ്, യു ക്യാൻ സെർച്ച് ഇൻ ഗൂഗിൾ യൂസിങ് യുവർ വോയിസ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം പറയുമ്പോഴത്തേക്കും ദ വേർഡ് കാർ, CAR, നിങ്ങൾ ഒരു ഇംഗ്ലീഷുകാരൻ കാർ എന്ന് പറയും. When you go to America, they will be telling that in had. That will be a different phonetics. Now coming to Malayalam, you will call it as car. So whether it is in any phonetics, any natural language, ഞാനിപ്പോൾ പറയുന്നത് കാർ എന്ന് പറയുന്ന ചെറിയ വേർഡാണ്. But the Google is trying to understand that. Google is trying to decode your voice. Google is trying to extract a word CAR. C എന്ന് പറയുന്ന ഒരു ലെറ്ററും A എന്ന് പറയുന്ന ഒരു ലെറ്ററും R എന്ന് പറയുന്ന ഒരു ലെറ്ററും ചേർത്ത് വായിച്ച് കാർ എന്ന് പറയുന്ന ഒരു വേർഡാക്കി അതിനെ സെർച്ചിലേക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ് ഗൂഗിൾ അസിസ്റ്റന്റ്. അപ്പോൾ ഡ്രീം ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി വെറുതെ പോവില്ല. ഇറ്റ് ഇസ് എ വണ്ടർഫുൾ ഡ്രീം. ദേ വിൽ സൂൺ വിഷ്വലൈസ് ദിസ്. നൗ കമ്മിങ് ടു ദ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുള്ളൂ. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ വേർഡ്നെറ്റ് എന്ന് പറയുന്ന ഒരു ലെക്സിക്കൽ ഡാറ്റാബേസ് ഉണ്ട്. It is a laboriously hand-coded database of English words. Their definitions, set of synonyms, various semantic relationship between synonym sets. See, natural language processing പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് ആയിട്ടാണ് ഈ പറയുന്ന വേർഡ്നെറ്റിനെ കാണുന്നത്. ഇറ്റ് നീഡ് ഓട്ടോമേഷൻ ടു ബി കംപ്ലീറ്റഡ്. ഇപ്പോൾ വിക്കിപീഡിയയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു വലിയ പ്രോജക്റ്റാണ് വേർഡ്നെറ്റ്. ഇത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് വലിയൊരു ബൂണാണ്, വലിയൊരു അനുഗ്രഹമാണ് ഈ പറയുന്ന കൺസെപ്റ്റ്. എവിടേക്കാണ് നമ്മളിത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരെണ്ണമാണ് ഈ സെന്റിമെന്റ് അനാലിസിസ്, ഈ ബൈയിങ് ബിഹേവിയർ. ഇപ്പോൾ ഈ ഒരു ഡോക്ടർ ഇപ്പോൾ എപ്പോഴും ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് വളരെ കൺസേൺഡ് ആയിരിക്കും. ഡോക്ടർ ഈ പറയുന്ന മരുന്ന് എഴുതുമല്ലോ, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം അത് ചെയ്യുക? എ ടെക്നിക് യൂസ് ടു ഡിറ്റക്ട് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ഒപ്പീനിയൻസ് ടുവാർഡ് സ്പെസിഫിക് പ്രോഡക്ട്സ് ആൻഡ് സർവീസ്. ഒരു പ്രൊഡക്റ്റിനോട് നമുക്ക് നല്ല അഭിപ്രായമാണോ പൊട്ട അഭിപ്രായമാണോ? യു നോ ദാറ്റ് ഇൻ സോഷ്യൽ മീഡിയ സെന്റിമെന്റ് അനാലിസിസ്, സോഷ്യൽ മീഡിയയുടെ സെന്റിമെന്റ് അനാലിസിസ് വളരെ സിഗ്നിഫിക്കൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളടിക്കുന്ന ഓരോ ലൈക്കും നിങ്ങളടിക്കുന്ന ഓരോ ഷെയറും ഒരു പ്രോഡക്റ്റിന്റെ ബൈങ് ബിഹേവിയറിന് പ്രോ അല്ലെങ്കിൽ കോണായിട്ട് പോകും. ഒന്നുകിൽ ഫേവറബിൾ ആവും അല്ലെങ്കിൽ നോൺ ഫേവറബിൾ ആവും. അല്ലെ, നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചോളൂ, ആമസോണിൽ പോയിട്ട് താഴെ റിവ്യൂസ് വായിച്ച ശേഷം മാത്രമേ നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാറുള്ളൂ. അല്ലെങ്കിൽ ആ റിവ്യൂസിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ മേ ബി എ പ്രോഡക്റ്റ് ഇസ് ഗുഡ്, ബട്ട് എ ബാഡ് റിവ്യൂ ഓർ a sufficient amount of bad reviews can bring down the sales of that particular product. അതേപോലെ ഒരു ബാഡ് പ്രൊഡക്റ്റിന്റെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ സഫീഷ്യന്റ് നമ്പർ ഓഫ് ഗുഡ് റിവ്യൂസ് നമ്മൾ പറയില്ലേ ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് താഴെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ബൈങ് ബിഹേവിയറിനെ ബാധിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ അവര് ഷാപ്പ് ആൻഡ് ഡോമി അല്ലെങ്കിൽ IBM SPSS ഒക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിൽ ഇത് ചെയ്യുന്നത്. Now coming to the task categories also.
ഇപ്പോൾ ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ ആവട്ടെ, റിട്രീവൽ ആവട്ടെ, നെയിംഡ് എൻറ്റിറ്റി, സ്പീച്ച് റെക്കഗ്നിഷൻ, ഒരുപാട് കാറ്റഗറീസ് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ വരുന്നുണ്ട്. കമ്മിങ് ടു ദ അപ്ലിക്കേഷൻ സൈഡ്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ട്. ഏതിലാണ് ഇത് എവിടേക്കാണ് ടെക്സ്റ്റ് മൈനിങ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഉപയോഗിക്കുക എന്നുള്ളതല്ല. സി which are the domains which doesn't use this എന്നുള്ളതിനാണ് സിഗ്നിഫിക്കൻസ്. ബിക്കോസ് ഇപ്പോൾ നോക്കിയപ്പോൾ മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻ, സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ, കമ്മിങ് ടു മെഡിസിൻ, ബയോളജി, അക്കാഡമിക്, വിൽ കം ബാക്ക്. അപ്പോൾ മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, നേരത്തെ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസ്, ഡീകോഡിംഗ് കോൾ സെന്റർ നോട്ട്സ്, ട്രാൻസ്ക്രിപ്ഷൻ, വോയിസ്, അവിടെ നിന്ന് വരുന്ന ഓരോ വാക്കിനെയും ഡീകോഡ് ചെയ്ത് മാർക്കറ്റിംഗ് പ്രൊഡക്റ്റായി മാറ്റണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ സെർച്ചും നിങ്ങൾ ചെയ്യുന്ന, say for example, if you are searching car in your Google, quite naturally next time when Google goes to അല്ലെങ്കിൽ ആമസോൺ വരുമ്പോൾ കാറിന്റെ പരസ്യം വരുന്നു. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? ടെക്സ്റ്റ് മൈനിങ്. അപ്പോൾ ബ്ലോഗുകൾ, യൂസർ റിവ്യൂ, ഡിസ്കഷൻ ബോർഡ്സ്, ഇതെല്ലാം സെർച്ച് ചെയ്ത് എഫക്റ്റീവായിട്ട് ടെക്സ്റ്റ് മൈനിങ്ങിലൂടെ മാർക്കറ്റിംഗ് പ്രൊഡക്റ്റിനെ പൊസിഷൻ ചെയ്യാം. കമ്മിങ് ടു സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ, എക്കലോൺ, അതൊരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഏജൻസിയാണ്. എക്കലോൺ ഐഡന്റിഫൈ കണ്ടന്റ്സ് ഓവർ ടെലിഫോൺ കോൾസ്, ഫാക്സസ്, ഇമെയിൽസ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ പോലീസിങ്, ഹൗ ഡസ് ദിസ് ഇന്റലിജന്റ് പോലീസിങ് ഹാപ്പൻ? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേരള പോലീസ് ആണെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പോൾ ആപ്പ്, കൊല്ലാപ്പ് എന്നൊക്കെ തമാശക്ക് ആൾക്കാർ പറയുന്നത്, POLAPP, പോലീസിങ്ങിന് വേണ്ടിയുള്ള ആപ്പാണ്. ദേ ആർ ക്രിയേറ്റിംഗ് ആൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ വളരെ ഹൈടെക് ആയിട്ട് പോലീസിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, പഴയ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം അല്ല ഇപ്പോഴത്തെ പോലീസിംഗ്. സോ പോലീസിംഗ് ഹാസ് ബിക്കം സൈബർ ക്രൈംസ് ആൻഡ് സൈബർ വെൻ ക്രിമിനൽസ് ഹാവ് എക്സ്റ്റെൻഡഡ് ദെയർ ഇന്റലിജൻസ്, പോലീസ് ഓൾസോ ഈസ് എക്സ്റ്റെൻഡിങ് ദെയർ ഇന്റലിജൻസ്. അപ്പോൾ ആ ഒരു ട്രാക്കിൽ എത്തുമ്പോൾ സെക്യൂരിറ്റി ആപ്ലിക്കേഷനിൽ ടെക്സ്റ്റ് മൈനിങ്ങിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. FBI devised a gigantic warehouse to mine knowledge for law enforcement agencies. ഇപ്പോൾ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നമ്മുടെ CBI പോലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI-നെക്കാട്ടിലും വളരെ പവർഫുള്ളാണ് FBI. അപ്പോൾ FBI-യും എക്ലോണും പോലെയുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് ആയിട്ടുള്ള നോട്ടബിൾ സെക്യൂരിറ്റി ഏജൻസീസ് ഈ പറയുന്ന ടെക്സ്റ്റ് മൈനിങ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ടു മെഡിസിൻ ആൻഡ് ബയോളജി, കമ്മിങ് ടു അക്കാഡമിക് ആപ്ലിക്കേഷൻസ്, നിങ്ങൾ നോക്കിക്കോളൂ, ഈച്ച് ടൈം ലിറ്ററേച്ചർ ബേസ്ഡ് ജീൻ ഐഡന്റിഫിക്കേഷൻ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിൻ ആൻഡ് ബയോളജി എവിടെയാണ് ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്? നമുക്കറിയാം എങ്ങനെയാണ് ഒരു എത്രയോ ഏജൻസീസ് ഇപ്പോൾ ഈ കോവിഡിനുള്ള മരുന്നിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നുണ്ടാവും. വേർ വിൽ ദേ ബി റെഫറിങ് ടു? സി ദേ വിൽ ബി റെഫറിങ് ഇൻ ടു സോ മെനി, അല്ലെങ്കിൽ ലാക്സ് ആൻഡ് ക്രോർസ് ഓഫ് പേപ്പേഴ്സ്. ഇതിനു മുമ്പ് പ്രീ പബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ പറയുന്ന റിസർച്ച് അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ഏതിലാണ് ചെയ്യുന്നത്? ടെക്സ്റ്റ് മൈനിങ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. Coming to academic application, biological sciences are giving way to social sciences. Research stream analysis, natural OTMI helps to access within publishers' barriers of public access. നിങ്ങൾ നോക്കിയോ, in a point, touch of a mouse, information is in your fingertips. ക്ലാസ് റൂമിൽ ഇല്ലെങ്കിൽ പോലും ഇപ്പം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. എനിക്ക് നേരിട്ട് കാണാതെ നിങ്ങളോട് സംവദിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഈ പറയുന്ന 30-40 മിനിറ്റുള്ള വീഡിയോ അല്ല, അതിനേക്കാട്ടിലും വലുതാണ് നിങ്ങളുടെ സ്കോപ്പ് ഓഫ് ലേണിംഗ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ അക്കാഡമിക് ആപ്ലിക്കേഷൻ, ഈ ടെക്സ്റ്റ് മൈനിങ്ങിന്റെ ആപ്ലിക്കേഷനെ കുറിച്ച് എവിടെ നിന്നൊക്കെ പഠിക്കാമെന്ന് ചോദിച്ചാൽ, യു നീഡ് നോട്ട് ഓൾവേസ് റിലൈ അപ്പോൺ ഡോക്ടർ സുധീർ മാരേഴ്സ് പെർട്ടിക്കുലർ വീഡിയോ. ഒരു മാരാര് പറയുന്ന ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഒരു ചെറിയൊരു ടെക്സ്റ്റ് ബുക്കിലോ മാത്രമല്ല നമ്മുടെ സ്കോപ്പ്, വലിയൊരു സ്കോപ്പാണ്. കാരണം ഇത്രയും ടെക്സ്റ്റ് നമുക്ക് മൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ധാരാളം ഡാറ്റ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻ, സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ, മെഡിസിൻ, ബയോളജി, അക്കാഡമിക് ആപ്ലിക്കേഷൻ. അതിൽ മൈനിങ് ഓഫ് ലൈസ് എന്ന് പറയുന്ന ഒരു കേസ് സ്റ്റഡി ആയിട്ട് ഞാൻ വെച്ചെന്ന് മാത്രം. അതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മൈനിങ് ഓഫ് ലൈസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്, ലൈക്ക് ഡിയർ ഫ്രണ്ട്സ്, ഡിസെപ്ഷൻ ഡിറ്റക്ഷൻ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ക്രൈം നടന്നു, പോളിഗ്രാഫിക് ടെസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ പറയുന്നത് സത്യമാണോ നോണയാണോ എന്നുള്ളത്. ഇപ്പോൾ ജോളി എന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലറിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു വലിയ പ്രമാദമായ കേസ് ഉണ്ടായിരുന്നു. പോളിഗ്രാഫിക് ടെസ്റ്റിന് വിധേയമാക്കരുത്, അത് വലിയൊരു കുറേ ചർച്ചകളാണ്. ഒരു മനുഷ്യൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയാൻ കുറേ മാത്തമെറ്റിക്കൽ മോഡൽസ് ഉണ്ട്. അതിനെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആ പോലീസിങ് ഒന്നുകൂടി സ്മാർട്ട് ആവും, കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക്, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ആ ക്രൈം പ്ലോട്ടിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നു എന്ന് മാത്രം. സോ കമ്മിങ് ടു ദ പ്രോസസ്, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല, CRISP-DM എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡാറ്റാ മൈനിങ്ങിൽ ഉപയോഗിച്ചിരുന്നു. CRISP-DM ഈസ് എ ഡാറ്റാ മൈനിങ് പ്രോസസ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് CRISP-DM പ്രോസസ്സ് തന്നെ നമുക്കിതിൽ ഉപയോഗിക്കാം, വിത്ത് സം സ്പെസിഫിക് പ്രോസസ് മോഡൽസ് സ്പെസിഫിക് ടു ടെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമ്മൾ
ക്രിസ്പ് ഡി എം പോലെയുള്ള ഒരു ജനറിക് ആയിട്ടുള്ള മോഡൽ ഡാറ്റ മൈനിങ് മോഡൽ ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ജനറിക് ആയിട്ടുള്ള മറിച്ച് ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, എന്താണ് ഈ നോളജ് എന്ന് ചോദിച്ചാൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറേ ഡാറ്റയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറേ ഡാറ്റയും ഉണ്ടാവും. അതിൻ്റെ ഇപ്പുറത്ത് കുറേ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പ്രൈവസി ഇഷ്യൂസ് ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസ് കുറേ ഉണ്ടാവും. അതിൻ്റെ ഇപ്പുറത്ത് കുറേ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ടൂൾസ് ടെക്നിക്സ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ you're trying to ask me an opinion. See, ഡോക്ടർ സുധീർ മാരോ അല്ലെങ്കിൽ മാരോ സാറെ, നിങ്ങൾക്ക് ഇന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടാവണം. അതിനെ നമുക്ക് ഡൊമൈൻ എക്സ്പെർട്ടൈസ് പറയാം. ആ അഭിപ്രായത്തിലേക്ക് എന്നെ എത്തിക്കാൻ കുറച്ച് ഡാറ്റ എനിക്ക് വേണം. അത് സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ആണ്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മോഡലിംഗ് ടൂൾസോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസോ ഉണ്ടാവും, എക്സലൊക്കെ പോലെ. അത് ഇപ്പുറത്ത് കേൾക്കുന്നത്. അപ്പം ഇതും എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ നോളജ് എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നത്, ഈ പറയുന്ന ഒരു കണ്ടന്റ് സ്പെസിഫിക് നോളജ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ദിസ് ഈസ് എ കോണ്ടെക്സ്റ്റ് ഡയഗ്രാം ഫോർ ടെക്സ്റ്റ് മൈനിങ് പ്രോസസ്. സോ യു ക്യാൻ ക്രിയേറ്റ് ടെക്സ്റ്റ് in an intelligent way by extracting knowledge from available data sources. Available data sources എന്ന് പറയുമ്പോൾ there are n number of environmental variables. എല്ലാവരുടെയും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ടെക്സ്റ്റുവൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ. എന്നാൽ അതൊരു നല്ല നോളജ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് വളരെ വേഗമായിട്ടുള്ള നോളജ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കമ്മിങ് ടു ദ പ്രോസസ്, യു എസ്റ്റാബ്ലിഷ് ദ കോർപ്പസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ എന്തിലാണോ നിങ്ങളത് ചെയ്യുന്നത്, അൺസ്ട്രക്ചേർഡിനെ സ്ട്രക്ചേർഡ് ആക്കി ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ദ ടേം ഡോക്യുമെന്റ് മെട്രിക്സ്. ഒരു ടേം ഡോക്യുമെന്റ് മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കണം. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. അതിൽ നിന്ന് വേണം നമുക്ക് നോളജ് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അതെന്താ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തെ എന്തായിരുന്നു, എസ്റ്റാബ്ലിഷ് ദ കോർപ്പസ്. അപ്പോൾ എന്താണ് ഈ കോർപ്പസ്? ഞാൻ നേരത്തെ പറഞ്ഞു, കളക്ട് ഓൾ റിലവന്റ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. എന്തിലാണോ മൈൻ ചെയ്യാനുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ XML ഫയൽസും എല്ലാ ഇമെയിൽസും എല്ലാ ഇന്നതെന്നില്ല, വട്ട് എവർ ഡാറ്റ ഈസ് അവൈലബിൾ in any unstructured form, do collect it. From there you start digitalization, standardization into an ASCII form. അത് കഴിഞ്ഞാൽ place a collection in a common place. അപ്പോൾ ഇതായി ഒരു ഫ്ലാറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഈ ഫ്ലാറ്റ് ഫയലാണ് it is going to be the corpus upon which you are going to mine. That is the step 1, converting the unstructured data into structured data and establishing a corpus. Coming to the second step, create a ടേം ബൈ ഡോക്യുമെന്റ് മെട്രിക്സ്. അപ്പോൾ നമ്മുടെ ഈ കോർപ്പസിൽ കുറേ ടേംസ് ഉണ്ടാവും. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്, പ്രോജക്ട് മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡെവലപ്മെന്റ്, സാപ്പ്, ഇതൊക്കെ ടേംസ് ആണ്. ഈ ടേംസിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സിൽ നമുക്ക് റെഫറൻസ് ഉണ്ട്, അങ്ങനെ ഡോക്യുമെന്റ്സിനെയൊക്കെ നമ്മൾ വൈ ആക്സിസിലും ടേംസിനെയൊക്കെ നമുക്ക് എക്സ് ആക്സിസിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പാർസ് മെട്രിക്സ് പോലെ, സ്പാർസ് പറയാൻ പറ്റില്ല മുഴുവൻ, യെസ്, ഇൻ എ സെൻസ് ദാറ്റ് ഈസ് സ്പാർസ് മെട്രിക്സ്. അപ്പോൾ നമുക്കതിനെ മിനിമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ മിനിമൈസ് ചെയ്തിട്ട് ഒരു ടേം ബൈ ഡോക്യുമെന്റ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 2. ആ സ്റ്റെപ്പ് 2ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് വേർഡ്സ്, സിനോണിംസ്, ഹോമോണിംസ്, സ്റ്റെമ്മിങ്, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. സ്റ്റോപ്പ് വേർഡ്സിനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, സിനോണിംസും ഹോമോണിംസും കൺസിഡർ ചെയ്യാം. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിനെ പരമാവധി സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഡിസ്റ്റിൽ ചെയ്തെടുക്കുക. കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് തന്നെ ഒരുപാട് ഡോക്യുമെന്റ്സ് കോർപ്പസിൽ നിന്ന് ടേം ബൈ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. അതിനെ ഫർദർ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് വേണ്ട ഡാറ്റയിലേക്ക് വേണ്ട ടെക്സ്റ്റ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തഡോളജി. അപ്പോൾ ആ TDM ഒരു സ്പാർസ് മെട്രിക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ സ്പാർസ് മെട്രിക്സ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒന്നെങ്കിൽ there will be an entry, else there will be no entry. അപ്പോൾ മേജർ ആയിട്ട് നോ എൻട്രീസ് ആയിരിക്കും. അപ്പോൾ ആ സ്പാർസ് മെട്രിക്സ് TDM എന്ന് പറയുന്ന സ്പാർസ് മെട്രിക്സ് എടുത്ത ശേഷം അതിന്റെ ഡൈമെൻഷനാലിറ്റി റിഡ്യൂസ് ചെയ്യണം. പറഞ്ഞു വരുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. വളരെയധികം സിംപ്ലിഫൈ ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്ട്രാക്ട് പാറ്റേൺസിലേക്ക് നമ്മൾ എത്തുന്നു. വാട്ട് ഡു യു മീൻ ബൈ എക്സ്ട്രാക്ട് പാറ്റേൺസ്? ഹൗ ക്യാൻ യു എക്സ്ട്രാക്ട് പാറ്റേൺസ്? അല്ലെങ്കിൽ എന്താണ് ഈ നോളജ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ക്യാൻ ബി ക്ലാസിഫിക്കേഷൻ, ഇറ്റ് ക്യാൻ ബി ക്ലസ്റ്ററിംഗ്, അസോസിയേഷൻ, ട്രെൻഡ് അനാലിസിസ്. ഇതെല്ലാം പലതരത്തിലുള്ള നോളജുകളാണ്. ക്ലാസിഫിക്കേഷൻ നടത്താൻ നമ്മൾ പറഞ്ഞില്ലേ, മൊത്തമുള്ള ഡാറ്റയിൽ നിന്ന് നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ക്ലസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള ഡാറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ക്ലസ്റ്റർ ജനറേറ്റ് ആയി വരും. അസോസിയേഷൻ, ഒന്നും മറ്റൊന്നുമായിട്ട് എത്രമാത്രം റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ ലെവൽ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ക്ലസ്റ്റേഴ്സ്, 2 ക്ലാസിഫയേഴ്സ്, 2 വേരിയബിൾസ്, എന്ത് വേണമെങ്കിൽ ആവാം. കമ്മിങ് ടു ട്രെൻഡ് അനാലിസിസ്, നമ്മൾ പറയില്ലേ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. എന്താണ് ട്രെൻഡ്? ഹൗ ക്യാൻ യു ക്രിയേറ്റ് ദിസ് ട്രെൻഡ്? കാരണം മാക്സിമം നമ്പർ ആയിട്ടുള്ള എല്ലാ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ക്ലസ്റ്റർ ചെയ്ത് ഏറ്റവും നല്ല അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാം
അങ്ങനത്തെ പ്രിഡിക്റ്റ് ചെയ്യുന്നതിൽ ഒന്നാണ് ഈ ട്രെൻഡ് അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. സബ് കളക്ഷൻ ഫ്രം ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടു ഐഡന്റിഫൈ എ കോമൺ കൺസെപ്റ്റ്. ഈ ട്രെൻഡ് അനാലിസിസ്, ക്ലസ്റ്ററിംഗ്, അസോസിയേഷൻ, ഇതൊക്കെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്ന ഫൈനൽ സ്റ്റെപ്പിലേക്ക് വരും. Now coming to the solid tools of text mining, there are so many tools available, my dear friends. Among them, 4 very famous or very ഏറ്റവും ലിസ്റ്റഡ് ആയിട്ടുള്ള 4 കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ടൂൾസ് ആണ് SPSSന്റെ PassW എന്ന് പറയുന്ന ടെക്സ്റ്റ് മൈനർ, SASന്റെ എന്റർപ്രൈസ് മൈനർ, Statistica ഡാറ്റ മൈനർ ആൻഡ് ക്ലിയർ ഫോറസ്റ്റ്. ക്ലിയർ ഫോറസ്റ്റ് ഇസ് എ ടെക്സ്റ്റ് ഡ്രിവൺ ബിസിനസ് ഒരു ന്യൂ ജനറേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് അതിനെ കാണാം. Coming to the free software tools, RapidMiner, Gate and LinkPy. They are the 3 very famous free software, freewares ആണ് ഈ പറയുന്ന കൺസെപ്റ്റ്. So dear friends, that is all about text mining. ഇപ്പോൾ നമുക്ക് ഒരു ലൈവ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ഒരു ബ്രേക്ക് ഇട്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. സോ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക് ഇട്ട് കാണാം. ഇറ്റ്സ് യുവർ ഫ്രീഡം ആക്ച്വലി ഡിയർ ഫ്രണ്ട്സ്. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് വെബ് മൈനിങ്. സോ ടെക്സ്റ്റ് മൈനിങ് ആൻഡ് വെബ് മൈനിങ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ചാപ്റ്റർ ആണ്, ചാപ്റ്റർ നമ്പർ 7. Now coming to the web mining. Web mining is further a distilled അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻസിബിൾ ടെക്സ്റ്റ് മൈനിങ് ആണ്. വെബ് മൈനിങ് ഇപ്പൊ നമ്മൾ വെബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചിന്തിക്കണം. Web serves as enormous repository of information on virtually everything one can conceive. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ കാര്യത്തിനെയും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വെബ്. നിങ്ങൾ നോക്കിയോളൂ, ഈ കാണുന്ന വെബിന് എത്രമാത്രം കോംപ്ലക്സ് ആണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കുള്ളൂ, ഫേസ്ബുക്ക് ആവട്ടെ, വിക്കി ആവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഗിൾ ആവട്ടെ, അവിടെ തന്നെ നമുക്ക് കോഴ്സറ വരുന്നുണ്ട്, എന്തൊക്കെ കാര്യം യൂട്യൂബ് വരുന്നുണ്ട്, തൊട്ടപ്പുറത്ത് ലൈക്ക് നമ്മുടെ ട്വിറ്റ് വരുന്നുണ്ട്, കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്, ട്വിറ്റേഴ്സ് വരുന്നുണ്ട്. കുറേ ട്വീറ്റ്സും കുറേ ലൈക്സും കുറേ ഒപ്പീനിയൻസും ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ വെബ്. ഇതിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് മൈൻഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് വെബ് മൈനിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാം. സോ വാട്ട് ഈസ് വെബ് മൈനിങ്? Web is the largest repository of data. Data is in various formats. It contains hyperlink information and log information. അവിടെയാണ് ഒരു പ്രസക്തി. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കോർപ്പസിന് എത്രമാത്രം കോംപ്ലക്സ് ആണെന്ന് നമുക്കറിയാം. അതിനേക്കാട്ടിലും കോംപ്ലക്സ് ആണ്. കാരണം ഇവിടെ ടെക്സ്റ്റ് മാത്രം നോക്കിയാൽ പോലെ ഹൈപ്പർ ലിങ്കും ലോഗ് ഇൻഫോ പിന്നെ വെറൈറ്റി ഓഫ് ഫോർമാറ്റ്സും എല്ലാം കൂടി കൺസിഡർ ചെയ്യണം നമുക്ക് വെബ് മൈനിങ് ചെയ്യാം. എന്നിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വെബ് മൈനിങ് അൽഗോരിതംസ് ഉണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന എലക്സയോ അല്ലെങ്കിൽ ഗൂഗിളോ ഒന്നും ഫംഗ്ഷൻ ചെയ്യില്ല. നിങ്ങൾക്കറിയാം, ഒരു പിക്ക് എടുത്തിട്ട് നേരെ സെർച്ച് ചെയ്യാൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പിക്കിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഗൂഗിൾ ലെൻസ് പിടിക്കുമ്പോഴത്തേക്കും അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ വരും. സോ വെബ് മൈനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വേരിയസ് കൺസെപ്റ്റ്സ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ കാണുന്ന മീഡിയാസ് ഒക്കെ നിങ്ങൾ നോക്കിയത് ബ്ലൂംബർഗ് ആയാലും BBC ന്യൂസ് ആവട്ടെ, CNN, ഇതൊക്കെ ഇറ്റ് ഗിവ്സ് യു an ocean of information. അല്ലേ? ഇതെല്ലാം ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ വെബ് മൈനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവരിതെല്ലാം വിഷ്വലൈസ് ചെയ്യുന്നത്. So now coming to the web mining challenges, actually web is too big, it is too complex, it is too dynamic, it is not specific to a domain, it has everything. സംഭവം വളരെ കറക്റ്റ് ആട്ടോ. 5 പോയിന്റുകളാണെങ്കിൽ വളരെ വലുതാണ്. എത്ര വലുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ആരോ പറഞ്ഞ പോലെ പ്രപഞ്ചം എന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യൂണിവേഴ്സ്. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഇതിന് അതിർത്തികളില്ല. യു ക്യാൻ സേ ദിസ് ഈസ് എ ഹൊറൈസൺ. അപ്പോൾ നമുക്ക് ഇറ്റ് കീപ്സ് ഓൺ എക്സ്റ്റെൻഡിങ്. വളരെ കോംപ്ലക്സ് ആണ്, എന്തൊക്കെയാണുള്ളതെന്ന് പറയാൻ പറ്റില്ല. Different types of data, different types of algorithm, different types of peoples. It is dynamic. ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്. ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് ടു ഡൊമൈൻ. അതെന്നെ നിങ്ങൾക്ക് അറിയാം. ഒരു അക്കാഡമിക്നോ അല്ലെങ്കിൽ മെഡിക്കൽ ഒരു ഡൊമൈൻ പറയാൻ പറ്റില്ല. ഏത് ഡൊമൈനിലും വെബിന് പ്രസൻസ് ഉണ്ട്. ഇറ്റ് ഹാസ് എവറിഥിങ്. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വെബിൻ്റെ അകത്തുണ്ട്. സോ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവം ആകുമ്പോൾ whenever it is complex, definitely challenges is there. But my dear friends, let us be optimistic. അല്ലേ? അവർ പറഞ്ഞ പോലെ whenever challenge comes, there do exist some opportunity. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞ പോലെ ഫോർ മീ ആസ് എ പ്രൊഫസർ, what is the challenge? I am unable to deliver my face-to-face classroom session. But here comes an opportunity wherein I can communicate to you through virtual classrooms and video presentations like this. So opportunities and challenges are great because web is complex. So complexity വരുമ്പോൾ അവിടെ opportunity generate ആകും. So dear friends, now coming to the 3 concepts of web mining. One is web content mining, web structure mining and web usage mining. So friends, എന്താണ് ഈ വെബ് കണ്ടന്റ് മൈനിങ് അല്ലെങ്കിൽ സ്ട്രക്ചർ മൈനിങ്? ഇവിടെ നമ്മൾ ഈ ക്രോളിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കേട്ടിട്ടുള്ള അല്ലേ? നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഒരു ക്രോളിംഗ് അപ്ലിക്കേഷൻ ഇതിൻ്റെ അകത്ത് കൂടെ കടന്നു പോകുന്നത് നമ്മളിത് അറിയുന്നില്ല.
ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. യു ആർ സെർച്ചിങ് ഫോർ എ URL, യു ആർ ഗെറ്റിംഗ് എ data or it creates a log file, but before that it searches all these things. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, that is all business terms actually. അപ്പോൾ ക്രോളിംഗ് സോഫ്റ്റ്വെയർ ആണ് സത്യത്തിൽ ഈ അതോറിറ്റേറ്റീവ് പേജസും ഹബ്സും ഹൈപ്പർ ലിങ്ക്സും ഹിറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ അൽഗോരിതംസ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നുണ്ട് ഈ ക്രോളേഴ്സ്. അപ്പോൾ ആ വെബ് ക്രോളർ അപ്ലിക്കേഷൻസ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എന്തിന് ഈ പറയുന്ന കണ്ടന്റും സ്ട്രക്ചറും മൈൻ ചെയ്യാൻ. സോ അതേപോലെ യൂസേജ് മൈനിങ്, എക്സ്ട്രാക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഡാറ്റ ജനറേറ്റഡ് ത്രൂ വെബ് പേജ് വിസിറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്. നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ സെർച്ച് ചെയ്തു, ക്ലിക്ക് സ്ട്രീം ഡാറ്റ, ക്ലിക്ക് സ്ട്രീം അനാലിസിസ്. സോ നിങ്ങൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയട്ടെ, നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആഡ് വരുന്നു. ആമസോണിൽ നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോഡക്റ്റ് വരുന്നു. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? വെബ് അനാലിസിസ്. അപ്പോൾ ആ വെബിനെ എഫക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ റെഫറൽ ലോഗ്സും ഏജന്റ് ലോഗ്സും ക്ലയന്റ് സൈഡ് കുക്കീസും എല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഫൈൽ ജനറേറ്റ് ചെയ്യുന്നു. ആ പ്രൊഫൈലിൻ്റെ അകത്തേക്ക് നിങ്ങളെ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന പ്രോഡക്റ്റ് പുഷ് ചെയ്യാനും കസ്റ്റമർ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതംസ് ഉണ്ട്. ഇതൊക്കെ സാധിക്കുന്നത് വെബ് യൂസേജ് മൈനിങ് എന്ന് പറയുന്ന ഈ ബ്രോഡർ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടത് വെബ് കണ്ടന്റ് സ്ട്രക്ചർ മൈനിങ്, വെബ് യൂസേജ് മൈനിങ്. ഡിയർ ഫ്രണ്ട്സ്, കമ്മിങ് ടു വെബ് യൂസേജ് മൈനിങ്, വെബ് യൂസേജ് മൈനിങ് അപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത്. ഡിറ്റർമൈൻ ദ ലൈഫ് ടൈം വാല്യൂ ഓഫ് ക്ലയൻറ്റ്സ്, ഡിസൈൻ ക്രോസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇവാലുവേറ്റ് പ്രൊമോഷണൽ ക്യാമ്പയിൻസ്, ടാർഗറ്റ് ഇലക്ട്രോണിക് ആഡ്സ്. ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് ബൈയിങ് ബിഹേവിയർ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ വാട്ട് വിൽ സുധീർ മാരാർ ബൈ? സുധീർ മാരാർ ആസ് എ കൺസ്യൂമർ, എൻ്റെ കപ്പാസിറ്റി എന്താ, എൻ്റെ ലൈക്സ് എന്താ, എൻ്റെ ഒരു ബിഹേവിയർ എന്താ, ബൈയിങ് ബിഹേവിയർ എന്താ, എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബൈയിങ് ബിഹേവിയർ ആണ്. അതിനെ കറക്റ്റായിട്ട് സ്ട്രീം ചെയ്തെടുത്ത് അതിന് പറ്റുന്ന രീതിയിൽ പ്രൊഡക്ട്സ് പ്ലേസ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് വെബ് യൂസേജ് മൈനിങ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് കസ്റ്റമർ എന്ന് ആദ്യം മനസ്സിലാക്കണം. കസ്റ്റമറുടെ വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ അയാളുടെ ഒരു കാര്യങ്ങൾ, വെബ് ബ്ലോഗ്സ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. അതിൽ നിന്ന് പ്രീ പ്രോസസ്സിംഗ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് നോളജായിട്ട് ആക്കാം. എവിടെയെങ്കിലും ഈ നോളജിന് തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ബാക്ക് ട്രാക്കിങ്ങിലൂടെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സൂപ്പർവൈസ് ലേണിംഗിൽ പറഞ്ഞിരുന്നു, ബാക്ക് ട്രാക്കിങ്ങിലൂടെ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോയിന്റൊക്കെ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ കമ്മിങ് ടു ദ സക്സസ് സ്റ്റോറീസ് ഓഫ് വെബ് മൈനിങ്. സി ഡിയർ ഫ്രണ്ട്സ്, ഈ 3 ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആമസോൺ ഈസ് എ വേൾഡ് ക്ലാസ് ബ്രാൻഡ്. ആമസോൺ ഹാസ് ക്രിയേറ്റഡ് വേവ്സ് ഇൻ പർച്ചേസിംഗ് ബിഹേവിയർ, അല്ലെ? പർച്ചേസിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്താ പറയുക, മാർക്കറ്റിംഗ് അഥവാ ബിസിനസ് എന്ന് പറയുന്നതിന്, സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രീനെ റീഡിഫൈൻ ചെയ്തു ആമസോൺ എന്ന് പറയുന്ന ആ ഒരു പോർട്ടൽ. സക്സസ് സ്റ്റോറിയാണ്. വെബ് മൈനിങ് ഉപയോഗിക്കുന്നത്. ask.com വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കോളാർലി ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനാണ്. അവരും ഈ പറയുന്ന വെബ് മൈനിങ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ scholastic.com അത് അക്കാഡമിക് റിസർച്ചിനൊക്കെ ഉപയോഗിക്കുന്ന വലിയൊരു ഡാറ്റാബേസ് ആണ് സ്കോലാസ്റ്റിക്. amazon.com, ask.com, scholastic.com ഇവരെല്ലാവരും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വെബ് മൈനിങ് മോഡൽസ് ഇന്നും വർക്ക്ഔട്ട് ചെയ്തത്. സോ യു ക്യാൻ സേ ദാറ്റ് there are so many models. There are so many companies, there are so many notable brands. I'm just picking 3 major brands: Amazon, Ask, and Scholastic. They are leading players in their successful domains only because they are utilizing or they are effectively implementing the web mining strategies that is top in their particular domains. So dear friends, that's all about the chapter 7. About chapter 7 നമ്മൾ കണ്ടത് എന്തായിരുന്നു? ടെക്സ്റ്റ് മൈനിങ്, വെബ് മൈനിങ് ആയിരുന്നു. സോ ഡാറ്റ മൈനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ആകത്തുകയായിട്ടുള്ള ഇറ്റ്സ് എ ജനറൽ ഡൊമൈൻ. വെറാസ് നിങ്ങളത് ടെക്സ്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് മൈനിങ് എന്നും, വെബ് എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വെബ് മൈനിങ് എന്ന് പറയുന്ന ഒരു സബ് ഡൊമൈനായിട്ട് നമ്മൾ മാറും. സോ ഡിയർ ഫ്രണ്ട്സ്, by this I am coming to an end to chapter 7 and we are coming to an end to module 5. So module 5 just ഒരു മിനിറ്റും കൂടി പറഞ്ഞ് ശ്രദ്ധിക്കാൻ നിങ്ങൾ. module 5 constitutes of 2 particular chapters, chapter 6 and chapter 7 ആയി നോക്കി. അപ്പോൾ ചാപ്റ്റർ 6 നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഫോർ ഡാറ്റ മൈനിങ് കണ്ടത്. ചാപ്റ്റർ 7 നമ്മൾ ടെക്സ്റ്റ് മൈനിങ്ങും വെബ് മൈനിങ്ങും കണ്ടത്. നിങ്ങൾ സിലബസിലേക്ക് നോക്കൂ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആസ് ഐ ഓൾവേസ് ടെൽ യു ഡിയർ ഫ്രണ്ട്സ്,
പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ബി മോർ റെസ്പോൺസിബിൾ. ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെതായിട്ടുള്ള കുറവുകൾ എനിക്ക് മനസ്സിലാവും. എപ്പോഴെങ്കിലും നമുക്ക് ഒരു ഫേസ് ടു ഫേസ് ക്ലാസ്സിലുള്ള ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഗിവ് യു ഫർദർ എക്സ്പ്ലനേഷൻസ്. ഐ ഷെയർ യു ദിസ് വീഡിയോ. ഐ share you these slides. I'll share you whatever notes are available. So my dear friends, thank you so much for the patient hearing. And thank you. Friends, I would like to share one of the leading business wire എന്ന് പറയുന്ന ഒരു പോർട്ടലാണിത്. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അറിയില്ല, അതിൻ്റെ സബ് ബ്രാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിക്ചർ ഹെതാവി കമ്പനിയാണത്. അതെന്താ വെച്ചാൽ ഇത് വളരെ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇ കോമേഴ്സ് കമ്പനീസ് ടു ബിൽഡ് ആൻ എഫക്റ്റീവ് ബിസിനസ് സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ജസ്റ്റ് ആയിട്ടുണ്ട് സ്റ്റൈൽ, ഷോ യു ദ ഹെഡിങ്. ഫൈൻ. COVID-19 ഇൻസൈറ്റ്സ്. Quanzig's latest success story illustrates how web mining and text analytics can help e-commerce companies to build an effective business strategy. ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് വന്നിട്ടുള്ള ദിസ് ന്യൂസ് ഈസ് ജസ്റ്റ് April 28, 2020. 1.5 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് വന്നിട്ടുള്ള ഒരു ന്യൂസാണിത്. നിങ്ങൾ നോക്കിയോട്ടെ. ഗ്ലോബൽ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് അഡ്വൈസറി ഫേം ദാറ്റ് ഡെലിവേഴ്സ് ആക്ഷനബിൾ അനലിറ്റിക്സ് സൊല്യൂഷൻ പ്രസൻസ് എ ന്യൂ കേസ് സ്റ്റഡി സീരീസ് ദാറ്റ് ഫോക്കസസ് ഓൺ ഹൗ കൊറോണ വൈറസ് ഈസ് ഇമ്പാക്ടിങ് ബിസിനസ് അക്രോസ് ജിയോഗ്രഫിക്സ്. അപ്പോൾ പറഞ്ഞു വരുന്ന കൺസെപ്റ്റ് ഇതാണ്: എങ്ങനെ ഒരു ഇ കോമേഴ്സ് കമ്പനിക്ക് കോവിഡ് പീരീഡിൽ അല്ലെങ്കിൽ കോവിഡ് പാൻഡമിക് വളരെ ഗ്രോത്തിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഈ പീരീഡിൽ ടെക്സ്റ്റ് മൈനിങ്ങിലൂടെയും വെബ് മൈനിങ്ങിലൂടെയും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാമെന്നും ബ്രാൻഡിനെ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് പറ്റുന്നൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ബിസിനസ് വയർ ആർട്ടിക്കിൾ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ ദിസ് ഓൾസോ അലോങ് വിത്ത് ദിസ് വീഡിയോ. താങ്ക് യു ഫ്രണ്ട്സ്.